പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകയായിട്ടുള്ള രശ്മിത രാമചന്ദ്രന്റെ ലൈവ് സംഗിണി വധത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. പൊതുവേദിയിൽ അവസരം കിട്ടിയാലെല്ലാം വിശ്വഗുരുവിനെ കുറിച്ച് ബെടായി അടി പൊതുവെ സംഘികൾക്ക് കൂടുതലാണല്ലോ. സ്വാഭാവികം. ഇല്ലാത്തതെല്ലാം ഉണ്ട് എന്ന് വെറുതെ അങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കുക. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. സംഘിണിക്ക് അബദ്ധം പറ്റി, അറിഞ്ഞില്ല വേദിയിലിരിക്കുന്നത് തീപ്പൊരിയാണെന്നും. എനിക്ക് തെറ്റിപ്പോയാനെ കംപ്ലീറ്റ് തെറ്റിപ്പോയി. കേറി മേഞ്ഞെന്ന് പറഞ്ഞ സംഘിണി ഏതു വഴി ഇറങ്ങി ഓടിയെന്ന് മാത്രം നോക്കിയാൽ മതി. എന്ത് പറയാനാ? എന്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ട്, കോടാനുകോടി 130-132 കോടി ജനങ്ങൾ ഉണ്ടായിട്ട് ഇന്ത്യ എന്തുകൊണ്ട് ഇപ്പൊ പുരോഗമിക്കുന്നു 10 വർഷത്തിനുള്ളില്? അത് പറയും. എന്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ട്, കോടാനുകോടി 130-132 കോടി ജനങ്ങൾ ഉണ്ടായിട്ട് ഇന്ത്യ എന്തുകൊണ്ട് ഇപ്പൊ പുരോഗമിക്കുന്നു 10 വർഷത്തിനുള്ളില്? അത് പറയും. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇടയ്ക്ക് ഞാനൊന്ന് സന്തോഷിച്ചു. കാരണം 11:30 മണിക്ക് ഇവിടെ ഇരിക്കുന്നിടം വരെ ഇന്ത്യ പുരോഗമിച്ചിട്ടുള്ളതായിട്ട് അറിയില്ലായിരുന്നു. ഇനി ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇന്ത്യ പുരോഗമിച്ചോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു. UN ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇപ്പോഴും ഇന്ത്യ 191 രാജ്യങ്ങൾക്കിടയിൽ 132ാമത്തെ പൊസിഷനിലാണ്. അക്കരെ നിൽക്കുന്ന പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കുന്ന മൂരി മുക്കലയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. അതായത് പട്ടിണിയുടെ ഒക്കെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അത് മനുഷ്യൻ പുരോഗമിച്ചു എന്നല്ലാതെ കുറച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ പുരോഗതിയായി എടുക്കാത്തതിന്റെ തെറ്റാണെങ്കിൽ ഒരുപക്ഷെ ഞാനത് സമ്മതിക്കാം. അല്ലെങ്കിൽ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ 1-2 ബിസിനസ്സുകാർ മാത്രം പുരോഗമിക്കുന്നതാണ് ഇന്ത്യയുടെ പുരോഗതിയെങ്കിൽ അതും എന്റെ അറിവില്ലായ്മയെ കണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കാം. അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. കേസ് കൊടുക്കണം പിള്ളേശ UN-ല്. കാരണം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്ത്യ അങ്ങ് കുതിപ്പ് നടത്തുകയാണ്. നമുക്ക് പള്ളി ഉണ്ടായിരുന്നിടത്ത് ഇവിടെ ഇപ്പം വളരെ പാരീസ് പോലെ ഒരു അമ്പലമുണ്ട്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. എന്നിട്ട് പോലും മനുഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാല്, ഇന്ത്യയെ മോശാക്കിയാല്, നമ്മുടെ പ്രധാനമന്ത്രി ലോകത്ത് ചെന്നെത്താൻ ഇനി ഒരു സ്ഥലമില്ല, അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ. ഇപ്പൊ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ വിശ്വസിക്കുന്നത്. എന്നാലും ഒരു 5% വിശ്വസിച്ചു പോവില്ലേ ഇന്ത്യ പുറകിലാണെന്ന്? മേലെ എമ്മാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു. അങ്ങനെ രാജ്യത്തിനെ മുഴുവൻ ഒരു പ്രഹസനമാക്കി മുന്നേറുന്ന വിശ്വഗുരുവിനെ സംബന്ധിച്ച് ഇല്ലാത്ത തള്ളൽ തള്ളിയതാണ്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.